പ്രിയ പ്രേക്ഷകരെ, റിപ്പോർട്ടർ ബ്രേക്കിംഗ്. കേരള സർവകലാശാലയിലെ SFI നേതാവിന്റെ PhD വിവാദത്തിനു പിന്നാലെ വകുപ്പ് മേധാവിക്കെതിരെ ഗുരുതര ആരോപണവുമായി വിദ്യാർത്ഥി. വകുപ്പ് മേധാവിയായ CN വിജയകുമാരിയിൽ നിന്ന് ജാതി അധിക്ഷേപം നേരിടേണ്ടി വന്നുവെന്നാണ് ആരോപണം. തനിക്ക് PhD ലഭിക്കുന്നത് കാണണമെന്ന് വിജയകുമാരി ഭീഷണിപ്പെടുത്തി. പുലയന്മാർക്കും പറയന്മാർക്കും പഠിക്കാനുള്ളതല്ല സംസ്കൃതം എന്നു പറഞ്ഞ് അധിക്ഷേപിച്ചുവെന്നും ആരോപണം. വിദ്യാർത്ഥി വൈസ് ചാൻസലർക്കും കഴക്കൂട്ടം ACPക്കും പരാതി നൽകിയിട്ടുണ്ട്. ഗുരുതരമായ ആരോപണമാണ് അധ്യാപികയ്ക്കെതിരെ. കേൾക്കാം. വെളിയിറങ്ങിയപ്പോൾ എന്നെ രൂക്ഷമായിട്ടൊക്കെ നീ PhD എടുക്കുന്നത് കാണണം, നീ തന്നെ PhD എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. കുട്ടികളൊക്കെ നിൽക്കുന്നതായിരുന്നു. എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, അവരൊന്നും പോയിട്ട് മാനസികമായിട്ട് നാണം കെടുത്തി. ഇപ്പം ഞാൻ പ്രസന്റേഷൻ ചെയ്ത് കഴിഞ്ഞു വന്ന് ഓൺലൈനിലുണ്ട്, നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാനും മാർക്ക് വേണം ചോദിക്കാം. അവിടെ ഇരുന്ന് അവർ മെസ്സേജ് അയച്ചു കൊടുക്കുമ്പോൾ ഇന്ന ചോദിക്കണം, അല്ലെങ്കിൽ ആ ഫോൺ എടുത്തുകൊണ്ട് പുറത്ത് പോയിട്ട് വിളിക്കാം. ആ വേദിയിലെ ടീച്ചർ ഇല്ലായിരുന്നു. 2 മിനിറ്റ് ഇരിക്കും, വീണ്ടും പുറത്തു പോകും, പിന്നെ വരും. അത്തരത്തിലുള്ള കാര്യങ്ങൾ അവർ ചോദിച്ചിട്ടുണ്ട്. മാനസികമായി തളർത്തുക അതാണ് അവർ ആദ്യം ചെയ്തത്. അല്ലെങ്കിൽ കാലഘട്ടം പഠിക്കുമ്പോഴേ നമ്മളൊരു വിഭാഗത്തിൽ ഇങ്ങനെ ഒരു പട്ടികജാതിയിൽപ്പെട്ട ഒന്നാളും പറഞ്ഞ ഒരു വേർതിരിച്ച് നിർത്തുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു അന്നേ കാലഘട്ടത്തിൽ. അപ്പോഴും ഉണ്ട്. ഞാൻ തീസിസ് പഠിക്കാൻ വേണ്ടി വരുമ്പോഴും ഇവരിങ്ങനെ ജാതി പറഞ്ഞ് അധിക്ഷേപിക്കുക, പറയാൻ പഠിക്കാനുള്ള അല്ല സംസ്കൃതം എന്നൊക്കെ പറഞ്ഞാൽ അത് താൻ ജാതിക്കാരിവിടെ വന്ന് അശുദ്ധമായി കളഞ്ഞു, ഈ സംസ്കൃത ഡിപ്പാർട്ട്മെന്റ് അശുദ്ധമായി കഴിഞ്ഞെന്ന് പറഞ്ഞു എന്നും പറഞ്ഞ് അങ്ങനെ പ്രശ്നങ്ങളൊക്കെ അവർ ഉന്നയിച്ചിട്ടുണ്ട്. ഹിന്ദു പറഞ്ഞു ശുദ്ധീകരിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ വലിയ ഉണ്ടാകും. എനിക്ക് മാത്രമല്ല അനുഭവം ഉണ്ടായിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ അന്നെന്തുകൊണ്ട് എനിക്കൊരു ഡിഗ്രി വേണം, അതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല, എതിർക്കാൻ പറ്റത്തില്ല. എതിർത്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അന്ന് ഡിഗ്രി ഇല്ല, ഒന്നുമില്ലാത്ത അവസ്ഥയായിട്ട് നമ്മൾ ഇവരോട് ഇങ്ങനെ എനിക്കൊരു PhD വളരെ എടുക്കണം എന്നുള്ള ഒരു ആഗ്രഹക്കാരനാണ്. അപ്പൊ നമ്മൾ മിണ്ടായിരുന്നത് PhD എടുക്കണം എന്നുള്ള കാര്യത്തിനോട് ഉണ്ടായിരുന്നു. അവര് എനിക്ക് PhD തരൂല, നിനക്ക് അവന് അർഹതയില്ല, നീ ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്തെല്ലാം പറഞ്ഞു. നമ്മളിതെല്ലാം സഹിച്ച് എഴുതാനും വായിക്കുന്നത് പത്രമാധ്യമങ്ങൾ വെച്ച് എല്ലാ ചാനലിലും വന്നു. എനിക്കാണ് മാനസികമായിട്ട് ഞാൻ അങ്ങ് തകർന്നു പോയി. കാരണം നിയമ നടപടി യാതൊരു ഇതുമില്ല, നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകുക എന്നാണ് എന്റെ ലക്ഷ്യം. യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർക്ക് തന്നെ ഞാൻ നേരത്തെ ജാതി അധിക്ഷേപിച്ചുകൊണ്ടുള്ള പരാതി ഞാൻ കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ SC കമ്മീഷൻ പോകുന്നുണ്ട്. പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്. കഴക്കൂട്ടം ST ഓഫീസിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വളരെ ഗുരുതരമായ ആരോപണമാണ്. ഒരിക്കലും ഒരു അധ്യാപിക പറയാൻ പാടില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈസ് ചാൻസലർക്കും കഴക്കൂട്ടം ACPക്കും ഇപ്പോൾ ഈ വിദ്യാർത്ഥി പരാതി നൽകിയിട്ടുണ്ട്. ഗോപാൽ ശിലാസനൽ, ഇതിൽ 2-3 കാര്യങ്ങളുണ്ട്. ആദ്യത്തെ കാര്യം, ഈ വിദ്യാർത്ഥി ഇവിടെ പഠിക്കാനെത്തുന്ന സമയം മുതൽ തന്നെ ഇത്തരത്തിലുള്ളൊരു ജാതി അധിക്ഷേപം ഡിപ്പാർട്ട്മെന്റിൽ നേരിട്ടു എന്നല്ലേ പറയുന്നത്? 2, ഈ വിദ്യാർത്ഥിയുടെ MPhil തീസിസ്, സംസ്കൃതത്തിൽ തന്നെ MPhil ചെയ്ത ഈ വിദ്യാർത്ഥിയുടെ MPhil തീസിസ് സൂപ്പർവൈസ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഈ അധ്യാപികയായ വിജയകുമാരി ടീച്ചറാണെന്ന് തോന്നുന്നു. അവർ തന്നെയാണ് MPhilന് ഇയാൾ ക്വാളിഫൈഡ് ആണ് എന്ന് സർട്ടിഫൈ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഇവർ വ്യക്തിയുടെ ഒരു അധിക്ഷേപം എന്ന മട്ടിൽ PhD വരുന്ന സമയത്ത് VCക്ക് കത്ത് കൊടുക്കുമ്പോൾ അതിനകത്ത് ദുരൂഹത സ്വാഭാവികമായും സംശയിക്കേണ്ടി വരും. ഗോപാൽ ശിലാസനൽ, വിദ്യാർത്ഥി പറയുന്നതനുസരിച്ചാണെങ്കിൽ രോഹിത് വെമുലയ്ക്ക് എങ്ങനെ നേരിട്ടോ സമാനമായ രീതിയിലുള്ളൊരു വിവേചനം കാര്യവട്ടം ക്യാമ്പസിൽ സംസ്കൃതം വകുപ്പ് ഈ അധ്യാപികയിൽ നിന്ന് നേരിടേണ്ടി വന്നു എന്നാണോ മനസ്സിലാക്കുന്നത്? ഗോപാൽ. ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺ. വിദ്യാർത്ഥിയുടെ വിശദീകരണ പ്രകാരമാണെങ്കിൽ, അല്ലെങ്കിൽ മറുപടി പ്രകാരമാണെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ വ്യാഖ്യാനിക്കേണ്ടി വരും. കാരണം അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വിദ്യാർത്ഥി MPhil പഠിച്ചതും ഇതേ കാര്യവട്ടം ക്യാമ്പസിലായിരുന്നു. അന്ന് ആ MPhilന് ഗൈഡ് ചെയ്തതും ഇതേ CN വിജയകുമാരി ടീച്ചർ തന്നെയായിരുന്നു. ആ MPhil അവാർഡ് ചെയ്ത അതേ അധ്യാപിക തന്നെ ആ വിദ്യാർത്ഥിക്ക് ഇത്തരത്തിൽ സംസ്കൃതം എഴുതാനും വായിക്കാനും കഴിയുന്നില്ല, അതിനുള്ള അറിവില്ലാത്തയാളാണ് എന്നും PhD അവാർഡ് ചെയ്യരുത് എന്നും കാട്ടിക്കൊണ്ട് രേഖാമൂലം ഒരു 4 പേജ് അടങ്ങിയ ഗുരുതരമായ ആരോപണങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് വൈസ് ചാൻസലർക്ക് കത്ത് നൽകുകയായിരുന്നു. ആ കത്തിൽ പല പരാമർശങ്ങളും ഈ വിദ്യാർത്ഥിയുടെ പ്രധാനപ്പെട്ട അടിസ്ഥാന വിദ്യാഭ്യാസത്തെ പോലും ചോദ്യം ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ അതിലിപ്പോൾ വൈസ് ചാൻസലർ അന്വേഷണമൊക്കെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പക്ഷേ മറുവശത്ത് ഈ വിദ്യാർത്ഥിയുടെ വിശദീകരണം ഏറെ ഗുരുതര സ്വഭാവമുള്ളതാണ്. ആരോപണം ജാതി വിവേചനമാണ്. ഈ വിദ്യാർത്ഥി പറയുന്നത് ഈ ഓപ്പൺ ഡിഫൻസ് നടന്ന ദിവസം തന്നോട് വ്യക്തിവൈരാഗ്യം മൂലം മനഃപൂർവ്വം ആ ഓപ്പൺ ഡിഫൻസിനിടയിൽ അധ്യാപിക പ്രശ്നമുണ്ടാക്കിയെന്നും ചെയർമാനെയും ഈ മൂല്യനിർണ്ണയ സമിതിയിലെ പ്രധാനപ്പെട്ട റോള് വഹിച്ചവരെ ഒക്കെ മറികടന്നുകൊണ്ട് ഈ ഓപ്പൺ
അട്ടിമറിക്കാനും പലരെയും പുറത്തു നിന്ന് ഓൺലൈൻ എത്തി തന്നെ ബുദ്ധിമുട്ടിക്കുന്നതിന് വേണ്ടി ചോദ്യം ചോദിപ്പിച്ചുവെന്നും ഇതിനുശേഷം ഈ ഓപ്പൺ ഡിഫൻസ് കഴിഞ്ഞിറങ്ങിയപ്പോൾ താൻ PhD-യുമായി ഇവിടെ നിന്ന് പോകുന്നത് എനിക്കൊന്ന് കാണണമല്ലോ എന്ന് തന്റെ മുഖത്ത് നോക്കി വെല്ലുവിളിച്ചു എന്നുമാണ് ഈ വിദ്യാർത്ഥി പറയുന്നത്. അതിനോടൊപ്പം തന്നെ മുൻപ് MPhil പഠിച്ച കാലഘട്ടം മുതൽ തനിക്ക് നേരിടേണ്ടി വന്ന ജാതി വിവേചനത്തെ കുറിച്ച് കൂടി നമ്മോട് വിപിൻ വിജയൻ എന്ന ഈ ഗവേഷക വിദ്യാർത്ഥി പറയുന്നുണ്ട്. ഗവേഷണ കാലയളവിലും ഈ MPhil പഠിച്ച കാലയളവിലും എല്ലാം തന്നെ പല പ്രധാനപ്പെട്ട ആരോപണങ്ങളും ഉന്നയിച്ചിട്ടുണ്ട്. പറയന്മാരും പുലയന്മാരുമായ വിദ്യാർത്ഥികൾ വന്ന് ഈ സംസ്കൃതം ഡിപ്പാർട്ട്മെന്റിന്റെ മഹിമ നശിപ്പിച്ചു എന്നും ഈ വിപിൻ വിജയനെ പോലെയുള്ള നീചരായ ജാതിയിൽപ്പെട്ടവർ പഠിക്കേണ്ട വിഷയമല്ല സംസ്കൃതമൊന്നുമൊക്കെയാണ് തനിക്ക് നേരെ ഈ തരത്തിൽ ഈ അധ്യാപിക മുഖത്ത് നോക്കി പറഞ്ഞത് എന്നതാണ് ഈ വിപിൻ വിജയൻ നമ്മോട് വ്യക്തമാക്കിയതും കഴക്കൂട്ടം ACPക്ക് നൽകിയ പരാതിയിൽ പറയുന്നതും. അതിനോടൊപ്പം തന്നെ തനിക്ക് മാത്രമല്ല, അതായത് വിപിൻ വിജയൻ എന്ന ഒരു ഗവേഷക വിദ്യാർത്ഥിക്ക് മാത്രമല്ല ഈ അനുഭവം നേരിടേണ്ടി വന്നിട്ടുള്ളത് എന്നും മുൻപും പല പെൺകുട്ടികളടക്കം, അതായത് പട്ടികജാതി പട്ടികവർഗ സമുദായത്തിൽപ്പെട്ട പല പെൺകുട്ടികളടക്കമുള്ള വിദ്യാർത്ഥികൾക്ക് ഈ അധ്യാപികയിൽ നിന്നും വലിയ മോശമായ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ആ അനുഭവത്തെ പല ഘട്ടങ്ങളിലും ഈ പഠനം പൂർത്തിയാക്കുന്നതിന് വേണ്ടി താൻ കാണാതെ നടിച്ചിട്ടുണ്ട്, കണ്ടില്ല എന്ന് നടിച്ചിട്ടുണ്ട്. MPhil കാലഘട്ടത്തൊക്കെ ഈ പഠനം പൂർത്തിയാക്കി ഇവിടെ നിന്ന് മടങ്ങണം എന്നുള്ളതിനാൽ തന്നെ ഒരാൾ ദ്രോഹിക്കാൻ ശ്രമിച്ചാൽ ചെറുക്കാനുള്ള ശേഷിയില്ലാത്തതിനാൽ തന്നെ ഇതെങ്ങനെയെങ്കിലും പൂർത്തിയാക്കി ഇറങ്ങാമെന്നതുകൊണ്ട് താൻ ഇതിൽ പ്രതികരിക്കാൻ നിന്നില്ല എന്ന് ഈ വിദ്യാർത്ഥി പറയുന്നു. പക്ഷേ ഈ ഓപ്പൺ ഡിഫൻസിനിടയിലാണ് ഇത്ര ഒരു കടന്ന കൈയിലേക്ക് ഈ വകുപ്പ് മേധാവിയായിട്ടുള്ള CN വിജയകുമാരി എന്ന അധ്യാപിക കടന്നതെന്നും അതുകൊണ്ടാണ് പിന്നീട് ഇത്തരത്തിൽ നിയമപരമായി നീങ്ങാൻ താൻ തയ്യാറായത് എന്നതുമാണ് വിപിൻ വിജയൻ നമ്മോട് വ്യക്തമാക്കുന്നത്. അന്ന് മാനസികമായി തളർത്താൻ പലതവണ ശ്രമിച്ചു എന്നതാണ് ഈ വിദ്യാർത്ഥി പറയുന്നത്. ഓപ്പൺ ഡിഫൻസ് ഒക്ടോബർ മാസം 15-ാം തീയതിയാണ് നടന്നത്. ആ ഓപ്പൺ ഡിഫൻസിനിടയിൽ താൻ ഇരിക്കുന്നിടത്തേക്ക് ഓടിയെത്തി ഈ അധ്യാപിക തന്നെ ക്രോസ് വിസ്താരം ചെയ്തുവെന്നും ചോദ്യം ചെയ്തുവെന്നും ഇറങ്ങിപ്പോകാൻ അടക്കം ആവശ്യപ്പെട്ടുവെന്നും ഈ വിദ്യാർത്ഥി പറയുന്നുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ കഴക്കൂട്ടം ACPക്കും അതിനോടൊപ്പം തന്നെ വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മലിനും ഇതിനോടൊപ്പം തന്നെ പരാതി നൽകിയിട്ടുണ്ട്.